ഇന്ന് സിനിമാ രംഗത്തിൽ നിന്നും രാഷ്ട്രീയ രംഗത്തിലേക്ക് പലരും വരാറുണ്ടല്ലേ. അപ്പോൾ ഞാൻ പേര് പറയേണ്ട ആവശ്യമില്ല. ഒട്ടനവധി കമന്റുകളിൽ വളരെ കോമൺ ആയിട്ട് വരുന്ന ഒരു കമന്റ് എന്ന് പറയുന്നത് ഇവർക്ക് രാഷ്ട്രീയ പ്രവൃത്തി പരിചയം ഇല്ലാതെ എങ്ങനെ ഇവർ വിജയിക്കും, ഇവർക്ക് സിനിമയുമായിട്ടുള്ള അനുഭവങ്ങളല്ലേ ഉള്ളൂ എന്നൊക്കെ കളിയാക്കാറുണ്ട്. അതുപോലെ തന്നെ പലരും ബിസിനസ് രംഗത്തിലേക്ക് ചെറിയൊരു സ്റ്റാർട്ടപ്പ് ഒക്കെ തുടങ്ങാന്നൊക്കെ വിചാരിച്ച് വരുമ്പോൾ ചിലരൊക്കെ പറയാറുണ്ട് അതൊന്നും വേണ്ട, വളരെ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിപ്പൊളഞ്ഞ് പോളിഷ് ആയിട്ട് പോകും എന്നൊക്കെ ഡയലോഗുകൾ പറയാറുണ്ട് അല്ലേ. ഉള്ളതുകൊണ്ട് ജീവിച്ചാൽ പോലെ എന്തിനാണ് അത്യാഗ്രഹം കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് തീരുമാനം എടുക്കാൻ വിടാതെ നമ്മളെ തന്നെ കുഴപ്പത്തിലേക്ക് ആക്കുന്ന ഒരു സമൂഹമാണിത്. എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ ഞാൻ പറയും എവറി എക്സ്പേർട്ട് വാസ് ഓൺ എ ബിഗിനർ. എല്ലാ മേഖലയിലും ഇന്ന് വിജയിച്ചിട്ടുള്ളവരും അല്ലെങ്കിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഒരു തുടക്കമുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഈ നമ്മൾ ഏതെങ്കിലും ഒരു മേഖല തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ആ മേഖലയുമായിട്ട് പ്രവൃത്തി പരിചയമുള്ളവരുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കാം, അല്ലെങ്കിൽ അവരുടെ വിജയകഥ പഠിക്കാം, അല്ലെങ്കിൽ അവർ പരാജയപ്പെട്ടതിന്റെ കാരണങ്ങൾ പഠിക്കാം, അല്ലെങ്കിൽ അവർ വിജയിക്കുമ്പോൾ അവർ എന്തൊക്കെ പ്രശ്നങ്ങൾ മറികടന്നു എന്നുള്ളതിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. ഇതൊക്കെ അറിയുമ്പോഴാണ് നമുക്ക് വിജയത്തിലേക്കുള്ള ഒരു വഴി നമുക്ക് തെളിയുന്നത്. ആ വഴി നമുക്കും പരാജയങ്ങൾ ഉണ്ടാവും, തെറ്റുകൾ ഉണ്ടാവും. ആ തെറ്റും പരാജയവുമാണ് അനുഭവങ്ങൾ. അവിടെ നിന്നാണ് നമ്മൾ എക്സ്പേർട്ടിലേക്ക് പോകുന്നത്. അല്ലാതെ ആരും ജയിക്കുമ്പോൾ തന്നെ എക്സ്പേർട്ടായിട്ട് ആരും ജയിക്കുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അഭിപ്രായങ്ങൾ പലരും പറയാം, പക്ഷെ തീരുമാനം എൻ്റെ തീരുമാനം എൻ്റെതായിരിക്കണം, നിങ്ങളുടെ തീരുമാനം നിങ്ങളുടേതായിരിക്കണം എന്നതാണ് ഇതിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഒരുപാട് വലിയൊരു അനുഭവമുള്ള ഒരു ഡോക്ടറിനെ കൊണ്ട് ഒരു കോർട്ടിൽ ചെന്ന് ഒരു കേസിൽ വിജയിക്കാൻ പറ്റുമോ? ഒരു വക്കീല്, വലിയ അനുഭവമുള്ള ഒരു വക്കീലിനെ കൊണ്ട് ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ചെന്ന് ഒരു സർജറി ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ആ മേഖലയുമായിട്ട് പരിചയമുള്ളവരുമായിട്ടുള്ള അനുഭവങ്ങളും അവരുടെ വിജയകഥകളും നമുക്ക് എപ്പോഴും നമ്മളുടെ വിജയത്തിലേക്ക് വളരെ ഉപകാരകരമായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് എവരി എക്സ്പെർട്ട് വാസ് ഓൺസ് എ ബിഗിനർ. LLB കഴിഞ്ഞിട്ട് ആരും ഡോക്ടറിന്റെ അടുത്തല്ലോ പ്രാക്ടീസിന് പോകുന്നത്, സീനിയർ ആയിട്ടുള്ള വക്കീലിന്റെ അടുത്തല്ലേ പ്രാക്ടീസിന് പോകുന്നത് എന്ന് മറക്കണ്ട. ആർക്ക് ഓട്ടിടണം, ഏത് ബിസിനസ് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും, നിങ്ങൾ തീരുമാനിക്കും എന്നതാണ് ഏറ്റവും വലിയൊരു സത്യം. എനിക്ക് വിശക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശക്കുമ്പോൾ ആഹാരം തരാൻ വേണ്ടിയിട്ട് വേറെ ആരും കാണത്തില്ല. നമുക്ക് നമ്മളുടെ കയ്യിൽ കാശുണ്ടാവണം അല്ലേ. അപ്പോൾ എനിക്കൊരു പ്രശ്നം വരുമ്പോൾ ഞാൻ, നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് തീരുമാനങ്ങൾ നമ്മളുടേതായിരിക്കട്ടെ. മറക്കണ്ട, എവരി എക്സ്പെർട്ട് വാസ് വൺസ് എ ബിഗിനർ.